ഈ എപ്പിസോഡിൽ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് വെറ്റില ജ്യോതിഷം അഥവാ വെറ്റില ശാസ്ത്രമാണ്. വെറ്റിലയുടെ എണ്ണത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പ്രശ്നവിദ്യയാണിത്. നിങ്ങൾക്കിവിടെ 7 കള്ളികൾ കാണാം. ആ 7 കള്ളികളിലും പെട്ടികളും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓരോ പെട്ടികൾക്ക് മുകളിലും നമ്പർ എഴുതിയിട്ടുള്ളത് കാണാം. നിങ്ങൾ ഇതിലെ ഒരു നമ്പർ മനസ്സിൽ വിചാരിക്കുക. ആ നമ്പറിന് താഴെയുള്ള പെട്ടി തുറക്കപ്പെടുമ്പോൾ അതിലെ വെറ്റിലയുടെ എണ്ണം അനുസരിച്ച് നിങ്ങളുടെ ഫലം പറയുന്നതാണ്. ഒരു വെറ്റില മുതൽ 7 വെറ്റില വരെ വ്യത്യസ്ത പെട്ടികളിൽ ഉണ്ടായിരിക്കുന്നു. പെട്ടിയിലുള്ള വെറ്റിലയുടെ എണ്ണത്തെ ആസ്പദമാക്കിയാണ് ഫലങ്ങൾ പറയുക. നിങ്ങൾ മനസ്സിൽ വിചാരിച്ച പെട്ടിയിൽ ഒരു വെറ്റിലയാണെങ്കിൽ അതിൻ്റെ അധിപൻ സൂര്യനാണ്. അതിൻ്റെ ഫലം എന്ന് പറയുന്നത് ദുഃഖം, മനക്ലേശം തുടങ്ങിയവയാണ്. നിങ്ങൾക്ക് കാര്യ തടസ്സങ്ങളും തന്മൂലം മനസ്സിന് ദുഃഖവും മനക്ലേശവും എല്ലാം ഉള്ള ഒരു കാലമാണ്. അതുപോലെ തന്നെ പണം ആവശ്യത്തിൽ കൂടുതൽ നഷ്ടം വന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുമുണ്ട്. കൂടാതെ വിചാരിച്ച കാര്യങ്ങൾ വേണ്ട വിധത്തിൽ നടക്കാത്തത് കൊണ്ട് ചെറിയ തോതിൽ ആധിയും ഉണ്ടായിരിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠിപ്പിൽ അത്ര നല്ല ഒരു സമയമല്ല. അതുപോലെ തന്നെ പലതരത്തിലുള്ള തടസ്സങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. അതിനെല്ലാം പരിഹാരം എന്നോണം അവരവർ വിശ്വസിക്കുന്ന ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ഇനി നിങ്ങൾക്ക് 2 കിട്ടിയതെങ്കിൽ 2ൻ്റെ അധിപൻ എന്ന് പറയുന്നത് ചന്ദ്രനാണ്. അതിൻ്റെ ഫലം എന്ന് പറയുന്നത് സുഖം, ഐശ്വര്യമാണ്. എല്ലാവിധ സുഖങ്ങളും അനുഭവിക്കാനുള്ള ഒരു സമയമാണിത്. ഇതുവരെ നടക്കാതിരുന്ന പല കാര്യങ്ങളും ഇനിയുള്ള ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നതാണ്. അതുപോലെ തന്നെ മുടങ്ങിക്കിടന്ന വിവാഹം, ഭൂമി സംബന്ധിച്ച് നിങ്ങൾക്ക് ധനം വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ്. വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കും. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് പോകാൻ പറ്റുന്നൊരു സമയമാണ്. ഇനി നിങ്ങൾക്ക് 3 വെറ്റിലയാണ് കിട്ടിയതെങ്കിൽ അതിൻ്റെ അധിപൻ ചൊവ്വയാണ്. ചൊവ്വ എന്ന് പറയുമ്പോൾ കാര്യവിഘ്നം, കലഹം ഒക്കെയാണ് അതിൻ്റെ ഫലങ്ങൾ. കുടുംബത്തിൽ ഭാര്യ അതുപോലെ തന്നെ സഹോദരി സഹോദരന്മാരുമായിട്ട് നിങ്ങൾക്ക് സ്വരച്ചേർച്ചക്കുറവ് ഉണ്ടാകാനുള്ള ഒരു സമയമാണ്. അതുപോലെ തന്നെ കാര്യങ്ങൾ പലതും വിചാരിച്ച പോലെ നടക്കാത്തത് കൊണ്ടുള്ള മനക്ലേശവും ഉണ്ടായിരിക്കും. പാർട്ട്ണർഷിപ്പോടുകൂടി ബിസിനസ്സുകൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ധനം ആവശ്യത്തിൽ കൂടുതൽ ചെലവാക്കേണ്ട ഒരു അവസ്ഥ സംജാതമാവുകയും കാര്യങ്ങൾ വേണ്ടത്ര വിചാരിച്ച പോലെ നടക്കാത്തത് കൊണ്ടുള്ള മനക്ലേശം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ധർമ്മദൈവത്തെങ്കിലും അതുപോലെ തന്നെ അവരവർ വിശ്വസിക്കുന്ന ക്ഷേത്രത്തിലും ദർശനവും വഴിപാടുകൾ നടത്തുക. ഇനി നിങ്ങൾക്ക് 4 കിട്ടിയതെങ്കിൽ ബുധനാണ് അധിപൻ. ധനലാഭം, വിദ്യാഗുണം എന്നിവയൊക്കെയാണ് ഫലം. നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് ധനം കയ്യിൽ വന്നു ചേരാനുള്ള ഒരു സമയമാണ്. അതുപോലെ തന്നെ വിദ്യ കൊണ്ട് വളരെയധികം മുന്നേറാവുന്ന ഒരു സമയമാണ്. തൊഴിൽപരമായും വളരെയധികം നല്ലതാണ്. പെടുന്ന കാര്യങ്ങളിൽ വിജയ സാധ്യതയുണ്ട്. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കുന്നതാണ്. അതുപോലെ തന്നെ മുടങ്ങിക്കിടന്ന വിവാഹം, വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കും. അതുപോലെ വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് നടക്കും. അങ്ങനെ എല്ലാം കൊണ്ടും മൊത്തത്തിൽ നല്ല ഒരു കാലഘട്ടമാണ് നിങ്ങൾക്ക്. ഇനി 5 നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ അതിൻ്റെ അധിപൻ വ്യാഴനാണ്. 5ൻ്റെ ഫലം എന്ന് പറയുന്നത് ധനലാഭം, കാര്യങ്ങൾ അനുകൂലമായിട്ട് ഭവിക്കുക, കാര്യാനുകൂലം. അപ്പം നിങ്ങൾ എന്ത് മനസ്സിൽ വിചാരിച്ചാലും അത് ഒരു പരിധിവരെ നടക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ധനം
അത് ഊഹക്കച്ചവടങ്ങളിൽ കൂടിയായാലും മറ്റ് ബിസിനസ്സുകളിൽ കൂടിയായാലും നിങ്ങൾക്ക് ധനം ധാരാളം വന്നു ചേരാനുള്ള ഒരു സമയം കാണുന്നുണ്ട്. ഈ പ്രേമബന്ധങ്ങളിലും മറ്റൊക്കെ ചെന്ന് പെട്ടിട്ടുള്ളവർക്ക് വിവാഹം കഴിക്കാനുള്ള ഒരു സമയമാണ്, അല്ലെങ്കിൽ അതിനുള്ളൊരു സാധ്യത കൂടുതലാണ്. അതുപോലെ സന്താന സൗഭാഗ്യം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെ എല്ലാം കൊണ്ടും വളരെ നല്ല ഒരു കാലഘട്ടമാണ് നിങ്ങൾക്കുള്ളത്. ഇനി 6 വെറ്റിലയാണ് കിട്ടിയതെങ്കിൽ അതിൻ്റെ അധിപൻ ശുക്രനാണ്. നമുക്കറിയാം, ശുക്രൻ ആയിക്കഴിഞ്ഞാൽ സർവാഭിഷ്ടസിദ്ധിയാണ് ഫലം. 6ൻ്റെ ഫലം എല്ലാവിധ സുഖ സൗഭാഗ്യങ്ങളും അനുഭവിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ബിസിനസ് ആയാലും തൊഴിൽ രംഗത്തായാലും നമ്മൾ കുടുംബജീവിതമായാലും എല്ലാം വളരെ ഭംഗിയായി പോകുന്ന, സന്തോഷത്തോടുകൂടി പോകുന്ന ഒരു കാലഘട്ടമാണ്. ഇനി നിങ്ങൾക്ക് 7 വെറ്റിലയാണ് കിട്ടിയതെങ്കിൽ ശനിയാണ് 7ൻ്റെ അധിപൻ. ശനി എന്ന് പറയുമ്പോൾ പലപ്പോഴും നമുക്കറിയാം, ശനിദശാകാലത്ത് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ട ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പലതരത്തിലുള്ള മനക്ലേശങ്ങളും സാമ്പത്തിക നഷ്ടങ്ങളും കാര്യതടസ്സങ്ങളും ഒക്കെ വന്നുപെടും. ശനിദേവനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ്. അതിന് നമ്മൾ നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി വഴിപാടുകൾ നടത്തുക. അതുപോലെ തന്നെ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലും നമ്മൾ എള്ളുതിരി പോലെയുള്ള വഴിപാടുകൾ നടത്തുക. ദേവീക്ഷേത്രത്തിൽ പായസം പോലെയുള്ള വഴിപാടുകൾ നടത്തുക. അതുപോലെ വിഷ്ണു അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പാൽപായസം നേരുക. ഗണപതിക്ക് നാരങ്ങമാല, കുടുംബ ക്ഷേത്രത്തിലും ധർമ്മദൈവത്തിങ്കലും ദർശനവും വഴിപാടുകളും നടത്തി നമുക്ക് ഈ ദോഷങ്ങളുടെ കാഠിന്യം ഒരു പരിധി വരെ കുറയ്ക്കാൻ കഴിയും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വെറ്റില ജ്യോതിഷം അല്ലെങ്കിൽ വെറ്റില ശാസ്ത്രം കൊണ്ടുള്ള ഫലങ്ങൾ. ഇത് നിങ്ങളുടെ ജീവിതവുമായി അല്ലെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങളുമായി തട്ടിച്ച് നോക്കുക. ഇനി മറ്റൊരു എപ്പിസോഡുമായി വരുന്നത് വരെ എല്ലാവർക്കും നല്ലത് വരട്ടെ.